ചങ്ങായിമാരെ, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു സേച്ചിന്റെ ഇസ്രൂലുള്ള സേച്ചിന്റെ തള്ളല് കേൾപ്പിക്കാൻ വേണ്ടിട്ടാ. തള്ളല് മാത്രല്ല, സേച്ചി യുദ്ധത്തിന് എത്രമാത്രം സിമ്പിളായിട്ടാ കാണുന്നതെന്നും എത്രമാത്രം രസകരമായിട്ടാണ് യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറയുന്നതും ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. ചേച്ചി ഇത് സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. സംഘികൾ ഈ വീഡിയോ എടുത്തിട്ട് അങ്ങ് വൈറലാക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും ബങ്കറിൽ സുരക്ഷിതമായി ഇരുന്നുകൊണ്ട് ചേച്ചിയുടെ തള്ളല് നമുക്ക് കുറച്ച് കേൾക്കാം. അതിനുശേഷം ചേച്ചിക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടാ. ബാ. ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യമാണെന്ന് നമുക്കറിയില്ല. നമ്മള് ഡാൻസ് ചെയ്യുന്നു, പാട്ട് ചെയ്യുന്നു. ഞാൻ അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഡെയിലി ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഓക്കെ ആയിട്ട്, കാര്യങ്ങളെല്ലാം വളരെ സന്തോഷവതിയായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു യുദ്ധ സാഹചര്യത്തിലാവുന്ന പോലും നമുക്ക് ഓർമ്മ വന്നില്ല. ഇടയ്ക്ക് ശേഷി ടൂറ് പോയ അവസ്ഥയിലുള്ള റീൽസ് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, തുള്ളി കളിക്കുന്നു. എന്താ ആവേശമില്ല റീച്ചിക്ക്. ഇത് കേട്ടപാട് സംഘികള് സേച്ചിനെ അങ്ങ് പോക്കി സോഷ്യൽ മീഡിയയില് കണ്ടാളാ നമ്മളെ ഇസ്രുവിന്റെ അവസ്ഥ. ഇസ്രുവിലുള്ള ഒരു മലയാളി സേച്ചി പറയുന്നത് കേട്ടാ, ഇസ്രുവിനൊന്നും സംഭവിച്ചില്ല, ഇസ്രു ഫുൾ ഹാപ്പിയിലാണ്, ഇസ്രുവിലെ ജനങ്ങളും ഫുൾ ഹാപ്പിയിലാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോ സേച്ചിയുടെ വായിന്ന് തന്നെ ഇസ്രായേലിന്റെ അവസ്ഥ കൃത്യമായി പുറത്തു വരുന്നുണ്ട്. നമുക്ക് അതിലേക്കെല്ലാം പോകാം. ആദ്യം വീണ്ടും തള്ളലിലേക്ക് കിടക്കാം. വാ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വലിയ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് കൊടുത്തുവിടുന്ന അവര് സാമ്പത്തികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്നതല്ല, ഇസ്രായേലിന് സാമ്പത്തികമായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ലെന്നാണ് എന്റെ നിലവിലെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സാലറി കൂട്ടിയതല്ലാതെ കുറച്ചിട്ടില്ല. ഏതൊരു രാജ്യവും യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സാമ്പത്തികമായി ഉണ്ടാവുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രത അത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. സാധാരണ ജനങ്ങൾ എല്ലാവരും നോർമൽ രീതിയിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. പിന്നെ യുദ്ധം ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മുടെ സാലറി കട്ടിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇതോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇസ്രായേൽ രാജ്യത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്കൊക്കെ സാലറി ഭയങ്കരമായിട്ട് അവർ കൂട്ടിയത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ സെക്കൻഡറി സിറ്റിസന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന അതേ സാലറി തന്നെയാണ് നമുക്കും തരുന്നത്. ചേച്ചി പറഞ്ഞിട്ടില്ലേ, ചേച്ചിന്റെ ശമ്പളം കുറച്ചില്ല. ചേച്ചിക്ക് എന്ത് നടന്നാലും ശമ്പളം കൂട്ടി കിട്ടിയാൽ മതി. ഇനി ആര് പോയാലും ആര് ജീവിച്ചാലും ഒന്നും ചേച്ചിക്ക് വിഷയമല്ല. ശമ്പളം കിട്ടണം, ശമ്പളം അത് കൂട്ടിയിട്ടും കിട്ടണം. ഇസ്രൂന് പിന്നെ യുദ്ധം നടന്നുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. പിന്നെ ഈ ആയുധങ്ങളിൽ ഇവർ കുഴിച്ചെടുക്കുന്നില്ല. പിന്നെ ഇവർ മന്ത്രം ചൊല്ലിയിട്ടാണല്ലേ ആയുധങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. പൈസ ചെലവൊന്നുമില്ലല്ലോ ഇവർക്ക്. പിന്നെ അവിടുത്തെ സെക്കൻഡറി സിറ്റിസണ് ഭയങ്കര സുഖാന്ന ചേച്ചി പറയുന്നു. ആ സെക്കൻഡറി സിറ്റിസന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ചേച്ചിക്ക് കാണിച്ചുതരാം. ബാ. എംബേല് വിട്ടോന്ന് എല്ലാവരോടും പറഞ്ഞു. അതിന്റെ അകത്ത് ഇന്ത്യക്കാരനോടും പറഞ്ഞിട്ട് വിട്ടോ എംബേലെന്ന്. ഇതാണ് അവിടുത്തെ സെക്കൻഡറി സിറ്റിസന്റെ അവസ്ഥ. ചേച്ചി ബങ്കറിന്ന് എണീച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോ കാണും അവിടുത്തെ അവസ്ഥ എന്താന്ന്. നമുക്ക് ചേച്ചിയുടെ നെക്സ്റ്റ് തള്ളലേക്ക് പോവാം. ബാ. പക്ഷെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഒരു നീക്കം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ ഇസ്രയേൽ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവർ ലൈഫിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പം ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ പറയുന്നുണ്ട് സാധാരണ ജനങ്ങളോട് ഒഴിഞ്ഞു പോണെന്ന്. അവർ ചേച്ചിയുടെ തലയിൽ ചാണകം ഇപ്പൊ ഉണ്ടായതാണോ ഇനിയിപ്പോ ജന്മന ഉള്ളതെന്ന് എനക്കറിയില്ല. ഇസ്രയേല് ജനങ്ങളുടെ ജീവന് വില കൊടുക്കുന്നുണ്ടെന്ന്. അതായത് പാലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇല്ലാതാക്കുന്ന ഇസ്രയേലിനെ പറ്റിയിട്ടാണ് ഈ ചേച്ചി പറഞ്ഞത്. ജനങ്ങളെ ജീവന് ഭയങ്കര വില കൊടുക്കുന്നുണ്ടെന്ന്. ആരെയും അല്ല തീർക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും. ചേച്ചി അതൊന്നും കണ്ടിട്ടില്ലേ? ചേച്ചി അതൊന്നും കാണുന്നില്ല ചേച്ചി. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സുരക്ഷിതമായ ബങ്കറിൽ ഇരുന്ന് തള്ളാനും ഈ മനുഷ്യത്വരഹിതമായ വർത്താനം പറയാനും ചേച്ചിക്ക് പറ്റുന്നു. ചേച്ചിയുടെ ഈ അറിവില്ലായ്മയെ ഞാൻ പുച്ഛത്തോടെ ബഹുമാനിക്കുന്ന കേട്ടാ. പിന്നെ ചേച്ചിയുടെ ഈ തള്ളെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിന്ന് പോയി. ശരിക്കും ഇസ്രുവിന്റെ അവസ്ഥ എന്താണെന്നും അവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണെന്നും ചേച്ചിയുടെ കയ്യിന്ന്, ചേച്ചിയുടെ വായിന്ന് അങ്ങ് അറിയാണ്ട് വന്നുപോയി. നമുക്ക് അതിലേക്ക് കടക്കാം. ബാ. പിന്നെ സാധാരണ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു 3 ദിവസമായിട്ട് ഉറക്കത്തിന്റെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് വരുന്നത്. കാരണം എന്ന് വെച്ചാല് പേടിയെക്കാട്ടിലുപരി നമ്മൾ പെട്ടെന്ന് നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുമ്പോൾ 2:30-ക്കും വെളുപ്പിന് ഒരു 3 മണിക്കും പെട്ടെന്ന് സൈറൻ അടിക്കുവാണ്. നമ്മുടെ ഫോണിൽ അലാം അടിക്കണം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട് ഓടി നമ്മൾ ബങ്കറിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഉറക്കത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒഴിച്ച ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതിഗതികളൊക്കെ ഓക്കെയാണ്.
ചേച്ചി പേടിച്ചിട്ട് ഓടുന്നല്ലട്ടാ, സൈറന്റെ സൗണ്ട് കേട്ടോണ്ട് മാത്രം ചേച്ചി ഓടുന്ന, അല്ലാണ്ട് വേറെ ഒന്നും ഓടും. തെറ്റിദ്ധരിക്കല്ലേ നിങ്ങള്, ചേച്ചിക്ക് പേടിയൊന്നും ഇല്ലട്ടാ. മനസമാധാനം ഉണ്ടാകുമ്പോ കിട്ടുന്ന സാധനമാണ് ഉറക്കെന്ന് പറഞ്ഞത്. ആ ഉറക്കം ഇല്ലെങ്കിൽ പിന്നെ എന്ത് മനസമാധാനാണ്, എന്ത് ഭയമില്ലായ്മയാണെന്ന ചേച്ചി ഈ തള്ളുന്നത്. ഇനി ചേച്ചിന്റെ തള്ളെല്ലാം കഴിഞ്ഞ് ഇനി ഇസ്രുവിന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് നമ്മളെ മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കാം. ഇസ്രായേലിൽ നിന്നും ഒഴിപ്പിക്കൽ നടപടികളുമായി ഇന്ത്യൻ എംബസി നീങ്ങുകയാണ്. ഇസ്രായേൽ പ്രത്യേകിച്ച് ടെൽ അവീവിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഏതാണ്ട് 25,000 പേരെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇന്ത്യൻ എംബസിയുടെ കണക്ക്. ആശങ്കയിൽ കഴിയുന്ന ആളുകളുമായി ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിരുന്നു. സൂമിലും ഒക്കെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എംബസി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ചേച്ചി ആ ബങ്കറിന് തലപൊക്കി നോക്ക്, 25,000 ഇന്ത്യക്കാർ ഒഴിപ്പിക്കേണ്ട ഭീകരമായ അവസ്ഥയാണ് ഇപ്പൊ ഇസ്രയേലുള്ളത്. ചേച്ചി അതൊന്നും കാണാണ്ട ഈ തള്ളുന്നത് ചേച്ചിയെ. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ പോയിട്ടുള്ള പാവങ്ങളായ 25,000 ആൾക്കാർ. 25,000 ഒന്നും പോരാതെ വരും, അതിലും മുകളിലുണ്ടാവും. എല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കാൻ പോയതാ. ചേച്ചി പറയുമ്പോൾ റീല് ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടോ യുദ്ധം ആഘോഷിക്കാനോ യുദ്ധം ആസ്വദിക്കാനോ പോയവരല്ലാവര്. അവര് ഇവരുടെ കുടുംബം ഇവിടെ ഉണ്ട്. ആ കഷ്ടപ്പാട് വേണ്ടിട്ട് കഷ്ടപ്പെട്ട ആ കുടുംബം നോക്കാൻ വേണ്ടി പോയവരാ അവര്. അവരുടെ അവസ്ഥയെല്ലാം കാണുമ്പോ സങ്കടം തോന്നുന്നു ചേച്ചി. ചേച്ചിയുടെ തലേന്ന് ഈ ചാണകം പോയിട്ട് ആ അവസ്ഥയിലൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ന്യൂസിലേക്കും കൂടി പോകാം. വാ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 21 പേർ ഇസ്രയേലി നഗരങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ഏതാണ്ട് 500-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ അത് വെച്ച് നോക്കുമ്പോൾ ഈ രാത്രിയിൽ അത്ര വലിയ ആക്രമണങ്ങൾക്ക് ഇറാന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നത് അല്പം കൂടി കഴിഞ്ഞ് നേരം പുലർന്ന ശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമാകുക. 25ഓളം പേര് ഇസ്രയേലിൽ മരണപ്പെട്ട്, അതിൽ കൂടാനാണ് സാധ്യത. അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ നാളെ രാവിലെ എന്നല്ല മറ്റന്നാളെ രാവിലെ എന്നല്ല ഈ അടുത്ത കാലത്തൊന്നും മനസ്സിലാവില്ല. കാരണം ഇതുപോലെ ചാണകം തലയിൽ യുദ്ധം ആഘോഷിക്കുന്നവരുണ്ടാകുമ്പോൾ എവിടെയാണ് യുദ്ധത്തിന്റെ നഷ്ടങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിന് കഴിയുക? മരണപ്പെടുന്ന പാവങ്ങൾ ആരും മരണപ്പെടരുത് ചേച്ചി, ആരും മരണപ്പെടരുത്. കാരണം ഇതാണ് യുദ്ധം, മരണം മാത്രമാണ്, നഷ്ടപ്പെടലുകളാണ് ചേച്ചിയെ. ചേച്ചി ബങ്കറിലിരുന്ന് തള്ളുന്നത് പോലെ എല്ലാരും സുരക്ഷിതരല്ല ചേച്ചിയെ. ചേച്ചി അടക്കം സുരക്ഷിതയല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. മനസ്സാക്ഷികളെല്ലാ മനുഷ്യനും സങ്കടമുണ്ട് ചേച്ചിയെ. പക്ഷെ ചേച്ചി സുഖിപ്പിക്കുന്ന സംഘികൾക്ക് സങ്കടം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരിത് ആഘോഷമാക്കും. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ പറയുന്നത്, ഇതൊരു ആഘോഷം പോലെ, യുദ്ധം ഒരു ആഘോഷമാക്കുന്ന പോലെയുള്ള വീഡിയോസുകൾ ഇനി ചെയ്യാതിരിക്കുക, ഇന്റർവ്യൂകൾ ഇനി കൊടുക്കാതിരിക്കുക. ദയവ് ചെയ്ത് ചേച്ചി അത് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ സുരക്ഷിതയെ ബങ്കറിൽ ഇരുന്ന് തള്ളുന്ന ചേച്ചിക്കും ഇത് ആഘോഷിക്കുന്ന സംഘികൾക്കും ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്നു നിൽക്കുന്ന എല്ലാ നല്ലവരായ മനുഷ്യർക്കും എന്റെ സുലാൻ.